പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സ്വാദും മാത്രം ചേർന്നതാണോ ഭക്ഷണം? മറ്റെന്തെല്ലാം അതിലലിഞ്ഞു ചേർന്നിട്ടുണ്ട്? കൊഴക്കട്ട മുനിഞ്ഞു കത്തുന്നു മിന്നുപോൽ ചിമ്മിനിക്കൂടകലയായി കൂര തോറും മലഞ്ചെരുവിൽ. അപ്പോൾ ഈ കവിതയിൽ ഒരു കുട്ടി ഒരു മുത്തശ്ശിയെ കാത്തിരിക്കുന്നതാണ് അല്ലേ. മുനിഞ്ഞു കത്തുന്നു മിന്നുപോൽ ചിമ്മിനിക്കൂടകലയായി കൂര തോറും മലഞ്ചെരുവിൽ. അപ്പോൾ ഒരു മലഞ്ചെരുവിലുള്ള ഒരു കൂരയിലാണ് ഈ കുട്ടി മുത്തശ്ശിയെ കാത്ത് ഇരിക്കുന്നത്. മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിലൊറ്റക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു. വഴിയിലേക്ക് തന്നെ കണ്ണും നട്ടിട്ട് ഇരിക്കുകയാണ് ഇവിടെ കുട്ടിയിലെ. ചരൽ കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ? അപ്പം ചരലും കുന്നുകളൊക്കെ ഉള്ള വഴിയിലൂടെയാണ് ആര് വരുന്നത്? ആരോ വരുന്നുണ്ടോ എന്ന് കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. വരുന്നുണ്ടോ പാടമേറി വരമ്പേറി. അപ്പം പാടം എന്ന് പറഞ്ഞാൽ വയലാണ്, കൃഷിഭൂമിയിലെ. അവിടെ എന്തുണ്ടാവും? വരമ്പ്. അങ്ങനെയുള്ള വരമ്പിലൂടെയൊക്കെ നടന്നിട്ടാണ് ആര് വരുന്നത്? വലിയമ്മയാണ് വരുന്നത്. നേരെ മേറെ മോന്തി. അപ്പം കുട്ടി പറയാം മോന്തി ആയല്ലോ. മോന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുത്തശ്ശീനെ. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട. എന്തിനാണ് കുട്ടി കാത്തിരിക്കുന്നത് അറിയോ? വല്യമ്മ വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൊഴക്കട്ട അല്ലേ. കൊഴക്കട്ടേൻ്റെ മണം ഇങ്ങനെ പ്രതീക്ഷിച്ചാണ് ആരിയിരിക്കുന്നത് ഇവിടെ ഈ കൊച്ചുകുട്ടിയിലെ. സ്മരണയിൽ മണക്കുന്നു. ഓർമ്മിക്കുമ്പം തന്നെ മണം മൂക്കിലേക്ക് വരുന്നുണ്ട്. കൊതിയൂറും കൊയക്കട്ട. കൊയക്കട്ട പറഞ്ഞാൽ ഒരു പലഹാരമാണ് കേട്ടോ. മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു എങ്ങനെയാ കൊണ്ടുവരുന്നത് അറിയോ? മടക്കുത്തിൽ പണ്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ മുണ്ടൊക്കെയാണ് ഉടുക്കുക അല്ലേ. അല്ലെങ്കിൽ കള്ളിമുണ്ട് അങ്ങനെയൊക്കെ ഉടുത്തിട്ടാണ് എന്തോ പണിക്കൊക്കെ പോയി വരുന്നവരൊക്കെ ആയിരിക്കാം. അപ്പം അതുകൊണ്ടാണ് കാത്തിരിക്കുന്ന. സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല്യമ്മ എങ്ങനെയാ കൊണ്ടുവരിക എന്നറിയോ? ഭദ്രമായിട്ട് മടിക്കുത്തിൽ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവരിക. മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. അപ്പം എങ്ങനെയാ വല്യമ്മ വരിക എന്നറിയോ? മഴയാണ്. അപ്പം നനഞ്ഞൊട്ടി എന്താ കൊരമ്പയും ചൂടി. കൊരമ്പാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കയ്യിലൊക്കെ എന്താ ഉണ്ടാവല്? കൊടയാണ് അല്ലേ. കൊടയാണ് ഉണ്ടാവുക. എന്നാൽ പണ്ട് കാലത്തൊക്കെ എന്താ ഉപയോഗിച്ചതെന്നറിയോ? തെങ്ങോല കൊണ്ടും പനയോല കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കുന്ന മടഞ്ഞൊക്കെ ഉണ്ടാക്കുന്ന കുടകളാണ്. അപ്പോൾ ഇവിടെ കൊരമ്പാന്ന് പറഞ്ഞാൽ പനയോല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം മഴ നനയാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയട്ടോ. വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ. ഇനി വലിയമ്മ വന്നാൽ എന്താ ചെയ്യാൻ നോക്കുക? വലിയമ്മ വന്ന പാടെ തന്നെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പണിക്ക് പോയിട്ട് പണിസ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പലഹാരങ്ങൾ ശേഖരിച്ചിട്ടാണ് വലിയമ്മ വരിക. അപ്പം അത് കൊണ്ടുവന്നാലോ? വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ ഇറയത്തു മിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം. അപ്പം വല്യമ്മ പലഹാരം കൊണ്ടുവന്ന അത് തുറക്കുന്നതിന് ഞങ്ങൾ കുറേ ആളുണ്ട്. ഒരാളൊറ്റയ്ക്ക് എന്നല്ല, കുറേ ടീമായിട്ട് തന്നെ ഇവരെന്താണ് ഇങ്ങനെ പലഹാരപ്പൊതി തുറക്കുന്നോന്ന് കൊതിയോടെ കാത്തിരിക്കുന്ന ആ ഒരു നല്ല കാലത്തെക്കുറിച്ചാണ് ഇവിടെ കവി ഓർമ്മിക്കുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലുള്ള അമ്മയ്ക്ക് അച്ഛനൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള മധുരമായ ബാല്യം. എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. എനിക്കും ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനീലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം.
അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർ പടർപ്പും അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിന്നീണം കടങ്കഥ പൊരുൾ ജീവൽ പ്രപഞ്ചപാഠം. അപ്പം മുത്തശ്ശി കൊണ്ടുവരുന്ന ഈ ഭക്ഷണവും കാത്തിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. കവി അടക്കം അപ്പം എന്താ പറയുന്നത്, അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. ആ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ എന്താണ് ഒരു മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാഠം, അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർപ്പടർപ്പും, അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിനീണ. അപ്പം ഓരോ നാട്ടിനെ പറ്റിയിട്ടും എന്താണ് പിന്നെ ഓരോ എന്താ പാട്ടുകളും അതേപോലെ എന്താണ് പഴങ്കഥ പാട്ടുകളിലെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ പഴങ്കഥ പാട്ടുകളൊക്കെ പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. പാണൻ പാട്ട് പാടുന്ന ഇങ്ങനെ കഥകളൊക്കെ പാടി നടന്നിരുന്ന ഒരു കാലം അല്ലേ. ഈ മുത്തശ്ശികളൊക്കെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് അറിവ് പകർന്നു തരുന്ന അവരുടെ ആ നാട്ടിലെ കാര്യങ്ങൾ, അതായത് കൃഷിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ കടങ്കഥകളും അതുപോലെ ചൊല്ലുകളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള പണ്ട് കാലത്തെ ഒരു മുത്തശ്ശി വീട്ടിലുണ്ടെങ്കിൽ എന്താ ഒരുപാട് അറിവൊക്കെ അങ്ങനെ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാൻ, പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ച് തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട്. ഒരു പനിയൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, മുത്തശ്ശി ഇങ്ങനെ നനവാർന്ന തുണി എടുത്തിട്ട് ഇങ്ങനെ തണുപ്പിക്കുന്ന. അതുപോലെ പിന്നെന്താ, മുറിവേറ്റാലിലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിന്നിറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട്. അപ്പോൾ പണ്ടുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ടാവും, കുറച്ച് നാട്ടു വൈദ്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കൂലേ. എന്തിനും ഒരു പരിഹാരം അവരുണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിച്ച് വന്നാൽ വേഗം എന്തെങ്കിലും ഇലയൊക്കെ എടുത്ത് അരച്ച് അത് ആ മുറിവിൽ പരത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, പിഴിഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ നീറ്റലൊക്കെ മാറും. പിന്നെന്താ, അകന്നു പോയവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞു പോയി. വയലുകൾ നികന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ. അപ്പം എന്താ പറഞ്ഞ, അകന്നു പോയവയല്ല. ഇപ്പം എന്താണ്, അന്നത്തെ മുത്തശ്ശിയുടെ പരിചരണമൊന്നുമില്ല. പിന്നെന്താണ്, കാലൊക്കെ മാഞ്ഞു മറഞ്ഞു പോയിരിക്കുന്നു. വയലുകളൊക്കെ നികന്നു, നഗരങ്ങളായി. എല്ലായിടത്ത് നോക്കിയാലും എന്താണ് ഇപ്പോൾ നഗരങ്ങളിൽ വലിയ വലിയ കെട്ടിടങ്ങളും പിന്നെന്താണ് അതേപോലെ തന്നെ ഇന്ന് പരിഷ്കാരങ്ങൾ കൂടിയതിനനുസരിച്ച് എന്താണ് നഗരത്തിലെ വിഭവങ്ങളേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും പറ്റുകയും ചെയ്യുന്നുള്ളൂ അല്ലേ. ഇനി എന്താണ്, പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും. അപ്പം എന്താണ്, ആ കാലമൊക്കെ മാറി. പിന്നെ എന്താണ്, പല ദേശങ്ങളിൽ നിന്നൊക്കെ വിലയേറിയ പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ നോക്കുമ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇന്ന് ആ രുചിയൊന്നും എന്താണ് അന്ന് കഴിച്ച കൊഴക്കട്ടയ്ക്ക് ഉള്ള ആ രുചിയൊന്നും എന്താണ് ഇന്നത്തെ ഭക്ഷണത്തിന് ഇല്ല എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് കേട്ടോ. വലിയമ്മ കൊണ്ടുവന്ന കൊഴക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ കൃത്തിൽ. അപ്പം ആ വലിയമ്മ കൊണ്ടുതന്ന കൊഴക്കട്ടയോളം ഒന്നും ഇന്നും എന്താണ് രുചിയുടെ മുന്നിൽ നിൽക്കുന്ന എന്ത് തന്നെയാണ്, വലിയമ്മ കൊണ്ടുതന്ന ആ പലഹാരം തന്നെയാണ്. അതായത് സ്മൃതിയിൽ ഓർക്കുമ്പോഴും കൃത്തിൽ ഹൃദയത്തിലൊക്കെ ആ വലിയമ്മ കൊണ്ടുതന്ന ആ കൊഴക്കട്ടയോളം വരുന്ന ഒരു പലഹാരങ്ങളും പിന്നീട് കവിക്ക് അത്ര രുചിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.